എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തായി 24 അവർ സെക്യൂരിറ്റി ഉൾപ്പെടെ വരുന്ന നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന 7 സെൻറ്റിൽ 2491 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും സർവൻറ്റ് റൂം പ്ലസ് ബാത്റൂം അടക്കം സ്റ്റഡി റൂം ഉൾപ്പെടെ വരുന്ന കിഴക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018 19 പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന വീട് തന്നെയാണ്. വീടിൻ്റെ ഫ്രണ്ടിലായി നല്ല വീതിയുള്ള റോഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കിഴക്കമ്പലം പഞ്ചായത്ത്. ആ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന വീട് തന്നെയാണ്. 6 മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. 2 വലിയ വണ്ടി 2 സൈഡിലേക്കും പാസ് ചെയ്യാവുന്നൊരു സ്പേസ് ഈ റോഡിന് ലഭിക്കുന്നുണ്ട്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. സ്പോട്ട് ലൈറ്റുകളും ഗ്രിൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഗേറ്റ് തന്നെയാണ്. കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ഗാർഡൻ വർക്കുകളും പവിൾസ് എല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കിഴക്ക് ഡയറക്ഷനിൽ വരുന്ന വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. അതായത് 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഈ ഒരു മുറ്റമാണ് ബാക്ക് സൈഡിൽ ലഭിക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. കിഴക്ക് ഡയറക്ഷനിലേക്കാണ് സ്റ്റെപ്പിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീൽ ഡോറുകളാണ് ഫ്രണ്ടിലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് അതിവിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഹോൾ ഇവിടെ കാണാൻ കഴിയും. മനോഹരമായ സീലിംഗ് വർക്കുകളും BLDC ഫാൻ അടക്കം ലഭിക്കാവുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം എല്ലാ സ്പേസിലും കൊടുത്തിട്ടുണ്ട്. 2 വലിപ്പമുള്ള വിൻഡോകൾ ഇവിടെ നമുക്ക് കാണാം. നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. പിന്നെ ഫ്ലോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ വരുന്ന 2 ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഇവിടെ കാണാം. ഇത് വലിപ്പമുള്ളൊരു വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ലൈറ്റും ബൾബുകളൊന്നും ഇടാതെ തന്നെ നല്ല വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ചെറിയൊരു കോർട്ട്യാർഡ് കാണാം. നല്ലൊരു ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ചെറിയ രീതിയിലുള്ള ഓപ്പൺ കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വിശാലമായൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ്. ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും ഇവിടെയും കാണാം. എല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറുകളെല്ലാം സ്റ്റീലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ചിമ്മിനിയും ഹോബും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂം ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വിശാലമായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ വിൻഡോയും സീലിംഗ് വർക്കുകളും ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലായാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ നേരെ കാണുന്ന സ്പേസിൽ കൊടുത്തിട്ടുണ്ട്.
ബാത്റൂം ഫിറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺസീൽഡോടുകൂടി വരുന്ന ജാഗൂറിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന അത്യാവശ്യം ഭംഗിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിന് നല്ല വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെയായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ വീടിൻ്റെ സർവൻറ്റ് റൂമിലേക്കാണ് പോകേണ്ടത്. ഇതാണ് സർവൻറ്റിൻ്റെ ബാത്റൂം വരുന്നത്. തൊട്ട് ചേർന്ന് തന്നെ സർവൻറ്റ് റൂമും വരുന്നുണ്ട്. ഇനി ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ കാണാൻ കഴിയും. നല്ല മനോഹരമായി തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചപ്പോൾ ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായി ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നല്ല ടഫൻ ഗ്ലാസോടുകൂടി വരുന്ന നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ളൊരു ഫിക്സഡ് ഗ്ലാസ് തന്നെയാണ്. മുകളിലെ നിലയിൽ അത്യാവശ്യം വിശാലമായൊരു ഹോള് നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും അഡീഷണൽ ഒരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു റൂമും 2 ബാൽക്കണിയും എല്ലാം യൂട്ടിലിറ്റി അടക്കം വരുന്ന വിശാലമായൊരു സ്പേസാണ് മുകളിലെ നിലയിൽ വരുന്നത്. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം ഈ വീടിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിന് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ബാൽക്കണി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരിക. കൂടാതെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ബാൽക്കണി വരുന്നുണ്ട്. നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഈ ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയുക. എല്ലാ വില്ലയിലും ആൾതാമസമുള്ള വില്ല തന്നെയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല നല്ല ഫാമിലിയെല്ലാം സ്റ്റേ ചെയ്യുന്ന നല്ല വീടുകൾ തന്നെയാണ്. ഇനി നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് നമുക്ക് വരാം. ഇവിടെയാണ് അവസാനത്തെ ബെഡ്റൂം വരിക. ഇതിനും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ആ ഒരു വിൻഡോ വരുന്നത് ഡോറായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഇവിടെയും ചെറിയ രീതിയിൽ ഒരു ബാൽക്കണി കാണാൻ കഴിയും. അങ്ങനെ 4 ബെഡ്റൂം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ്. ഇതിന് കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഇവിടെ കാണാൻ കഴിയുക. വിശാലമായൊരു ബാത്റൂം തന്നെയാണ്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്നത് ഈ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്ക് വരാം. ഇതാണ് സ്റ്റഡി റൂം വരിക. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലത്തായി സ്ഥിതി ചെയ്യുന്ന 7 സെൻറ്റിൽ 2491 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സർവൻറ്റ് റൂം സ്റ്റഡി റൂമെല്ലാം ഉൾപ്പെടെ വരുന്ന മനോഹരമായ ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.